നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. സന്തോഷത്തിൻ്റെ കുറച്ച് ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് നീങ്ങി. ആൽഫിയുമായൊത്തുള്ള ഒരുപാട് നിമിഷങ്ങൾ അവൾക്കായി കിട്ടി. ഏത് നേരവും മീറ്റിംഗ്, ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് ശിവയും അവർ തമ്മിൽ കുറച്ച് ഒന്നിക്കാനായി നീയെ ആൽഫിക്ക് മുമ്പിൽ. ഇടയ്ക്ക് ഒരു കരട് പോലെ ക്രിസ്റ്റീന ഓരോ കാര്യങ്ങളുണ്ടാക്കി ആൽഫിയുടെ അടുത്ത് ഇടപഴകാൻ എത്തുമ്പോൾ ആ സ്പോട്ടിൽ നീയെയും കാണും. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിലും ക്രിസ്റ്റീന ആൽഫിയുടെ അടുത്തെത്തുമ്പോൾ നീയെയും പാഞ്ഞ് അവനടുത്ത്. നീയുടെ കുശുമ്പെല്ലാം സ്വകാര്യമായി ആസ്വദിച്ച ആൽഫിയും ഇല്ല. പരസ്പരം പറയാതെ അവനും പ്രണയിക്കുകയായിരുന്നു അവൾ. രാവിലെ ഓഫീസിലേക്ക് നടക്കും വഴി പിറകിൽ നിന്നും അപരിചിതമായ വിളി കേട്ട് നീയെ ഞെട്ടി നോക്കി. അയ്യോ എബിചാച്ചൻ, ദൈവമേ, ഞാനിവിടെ എന്തെടുക്കാന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവളൊന്നൊന്നൊന്ന് പരി AD കമ്പനിക്ക് മുന്നിലുള്ള റോഡിൽ നിൽക്കുവായിരുന്നവൾ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? കോളേജില്ലേ? എബി അവൾക്ക് മുന്നിൽ വന്നു എന്ന് ചോദിച്ചു. ആ ഉണ്ട്, ഞാൻ കോളേജിലേക്ക് പോകും വഴിയാ. കോളേജിലേക്ക് പോകുന്നതിനെതിനാ ഈ വഴി നിൽക്കുന്നേ? ഇവിടെ അല്ലല്ലോ നിന്റെ കോളേജ്, ഇത് ഓഫീസ് ഏരിയ അല്ലേ? അത് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ബ്രദർ ഇവിടെ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ കൂടെ വന്നതാ ഞാൻ. അവളെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പറഞ്ഞു. എബി ലിയോണിൻ്റെ അത്രയും ചൂടില്ലെങ്കിലും AD കമ്പനിയിലാണ് താൻ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ എബി അവളെ വെച്ചേക്കത്തില്ലെന്ന് അവൾക്കാണ്. ഓ അങ്ങനെയാണ്. ഞാനും ഒരാളെ കാണാൻ വന്നതാ ഇവിടെ. അപ്പം നിന്നെ കണ്ടപ്പോൾ വിളിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ മാറുവാ, പിന്നെ കാണാടി. കുറച്ചു നേരം കൂടി നിയോയോട് സംസാരിച്ച് എബി തന്നെ കാറിൽ കയറി. അവൻ പോയതും അവളൊന്ന് ശ്വാസം വിട്ടു. എബിയുടെ കാറ് കണ്ണിൽ നിന്ന് മറഞ്ഞതും അവൾ വേഗം ഓഫീസിലേക്ക് പോകാനായി തുടങ്ങി. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ശിവയുടെ കാറ് വന്നു നിന്നത്. നോക്കി നിൽക്കതെ കയറടി. സൈഡ് വിൻഡോ താഴ്ത്തി ഒരു ചിരിയോട് അവൻ പറഞ്ഞതും അവളൊന്ന് ചുറ്റും നോക്കിയിട്ട് വേഗം കയറി. നിനക്കെന്തൊരു വെപ്രാളം? കാറ് മുൻപോട്ട് എടുത്തുകൊണ്ട് ശിവ ചോദിച്ചു. ഒന്നും പറയണ്ട ശിവേട്ടാ, എബി ചാച്ചനെ കണ്ടീപ്പോ എന്നോട് ഓരോന്ന് ചോദിച്ചു എന്നെ അവിടെ നിൽക്കുന്നതെന്നൊക്കെ. പിന്നെ ഞാനൊരു കള്ളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അവളൊന്ന് ശ്വാസം വിട്ട് പറഞ്ഞതും ശിവ ഒന്ന് ചിരിച്ചു. ശിവേട്ടാ, ഓഫീസിന്റെ മുന്നിലേക്ക് നിർത്തണ്ട, കുറച്ച് മാറ്റി നിർത്തുവോ? അധികാരം കാണാതെ. അതെന്തിനടി? ആനെ കാണണമെന്ന് കരുതിയ. കഴിഞ്ഞ ദിവസം കൂടി ശിവേട്ടൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതിന് കാര്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഫയൽ തരാൻ വിളിപ്പിച്ചതാന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശിവേട്ടൻ ക്യാനിൽ വെച്ച് എനിക്ക് നിങ്ങളുടെ കോളേജ് ഇയർ ബുക്ക് തന്നില്ലേ, അതൊന്ന് കണ്ടു. ശിവേട്ടൻ എന്താ തന്നതെന്ന് കുത്തി ചോദിച്ചതാ. ഒടുവിൽ ശിവേട്ടൻ എനിക്ക് വായിക്കാനൊരു ബുക്ക് തന്നെന്ന് ഞാൻ പറഞ്ഞേ. എന്തോ അവൾക്ക് സംശയമുണ്ട്. ശിവേട്ടൻ ആരോടൊന്നും പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാ. എനിക്കാണെങ്കിൽ അവളോട് കള്ളം പറഞ്ഞിട്ട് എന്തോ തെറ്റ് ചെയ്യും പോലെ തോന്നുവാ. നീയുടെ മുഖം താഴും. ഏയ് നീ അതിനിങ്ങനെ വിഷമിക്കാതെ, അവളൊരു കുഞ്ഞു ബോംബാ നീയാ. അപ്പനും മാങ്ങളെയും കൂടി വഷളാക്കി വെച്ച മുതൽ. മാത്രമല്ല, നീ തരംഗകുടുംബത്തിലാണെന്ന് അവൾ അറിഞ്ഞ അവൾക്ക് നിന്നോട് ഇപ്പോഴുള്ള അടുപ്പം കൂടി കാണില്ല. ആ കുടുംബത്തോടുള്ള ദേഷ്യവും അനുവിൻ്റെ ഉള്ളിലുണ്ട്. ഏയ് അങ്ങനെയൊന്നും ഇല്ല, ഇതിരി കുറുമ്പ് എടുത്ത് ചാട്ടുണ്ടെന്നേ ഉള്ളൂ. അവള് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ശിവേട്ടൻ എന്ന് പറഞ്ഞ ജീവന അവൾക്ക്. അതെനിക്കറിയാം, പക്ഷേ തീരെ പക്വതയില്ല അവൾക്ക്. നിന്റെ പ്രായാവളും. എന്നിട്ട് നോക്കിയേ, ഇപ്പോഴും എല്ലാം കുട്ടികളിയാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഓഫീസിൽ ആരും അറിയണമെന്ന് പറഞ്ഞത് ഞാൻ. ഞാൻ നോക്കട്ടെ ആ കാന്താരിയെ നന്നാക്കാൻ പറ്റുമെന്ന്. ചുണ്ടിൽ അവൾക്കായി വിരിഞ്ഞ കള്ളച്ചിരിയോടെ ശിവ പറഞ്ഞതും നീ അവനെ ഒന്ന് നോക്കി. പുറത്തങ്ങനെ കാണിക്കില്ലെങ്കിലും ശിവേട്ടനും അവൻ ജീവനാണെന്ന് അവൾക്കറിയാം. ഗെറ്റ് ഔട്ട് ഔ. ലിഫ്റ്റിൽ നിന്നും തൻ്റെ ഫ്ലോറിലേക്ക് ഇറങ്ങിയതും ആൽഫിയുടെ ഉച്ചത്തിലുള്ള അലർച്ച നീയെ കേട്ടു. ഈശോയെ, ഇച്ചായൻ ഇന്ന് ആരാണോ വര? അവൾ പപ്രാളത്തോട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും കണ്ടു ആൽഫിയുടെ ക്യാബിനിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീയെ. തനിക്ക് അപരിതമായ അവരെ അവളൊന്ന് നോക്കിയിട്ട് അവൾ കണ്ണുകൾ ചില്ലുവാതിലിനുള്ളിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞു. ദേഷ്യം കൊണ്ട് ചുവന്നു വലിഞ്ഞ് മുറുകിയ മുഖവുമായി മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആൽഫി. ശിവ എന്തോ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചെവി കൊള്ളാതെ അടുത്ത നിമിഷം ആൽഫി ആ മുറി വിട്ടിറങ്ങി ഒറ്റ പോക്കായിരുന്നു പുറത്തേക്ക്. അവരെ വിളിക്കാനായി നീയെ മുന്നോട്ടൊന്ന് ആഞ്ഞു. എന്നാൽ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ആൽഫിയുടെ മുഖം കണ്ടതും അവളൊന്നു. ആൽഫി ആരെയും നോക്കാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. ശിവേട്ടാ, എന്താ എന്താ പറ്റിച്ചാന്? ആരെ കൂടുതൽ ഇറങ്ങിപ്പോയ സ്ത്രീ?
നീ ഓടി ആൽബിയുടെ ക്യാബിനിലിരിക്കുന്ന ശിവക്ക് അരികിലേക്ക് ചെന്ന് ചോദിച്ചു. അത് ആൽഫിയുടെ അമ്മയാണ് നീയ. ആൽഫിയെയും മനുവിനെയും പ്രസവിച്ച എബ്രഹാം പപ്പയുടെ ഭാര്യ സൂസി. ശിവയുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നു നീയ. ആൽഫിയുടെ അമ്മ അവരാണോ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അവരോട് എന്തിനാ ഇച്ചായൻ ദേഷ്യപ്പെടുന്നത്? അല്ല, അവരെന്തിനാ ഇച്ചായനും മനുവിനൊപ്പം ഇല്ലാത്തത്? അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉരുണ്ടുകൂടി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവേട്ടാ. ഇച്ചായൻ്റെ അമ്മയാണെങ്കിൽ അവരെവിടെയായിരുന്നു ഇത്രയും നാളും? അവരെന്താ ഇച്ചായൻ്റെ പാപ്പയുടെ കൂടെ അവർക്കൊപ്പം ഇല്ലാത്തത്? അവൾ വേവലാതിയോടെ ചോദിച്ചു. ശിവ ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്വാസം വിട്ടു. നീയ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവിടെ ഇരിക്കും. അവിടെ കിടന്ന ചെയറിലേക്ക് നിന്ന് ശിവ പറഞ്ഞതും നീ ഓടിപ്പോയി കഥ അകത്തിന്ന് ലോക്ക് ചെയ്ത് ഗ്ലാസ് വിൻഡോയുടെ ഷട്ടറും അടച്ചു വന്നിട്ട് ശിവ കട്ടിൽ ചെയറിലേക്ക് ഇരുന്നു. ദിയ, നീ ഇപ്പൊ കാണുന്ന ക്ലോഡ് ആൻഡ് ആംഗ്രി ആൽഫ്രഡ് അല്ലാതെ മറ്റൊരു ആൽഫി ഉണ്ടായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന സന്തോഷത്തോടിരിക്കുന്ന ഞങ്ങളുടെ ആൽഫി. ആ ആൽഫിയുടെ ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ തകർത്ത് അവനിപ്പോൾ ഈ കാണുന്ന ദേശക്കാരൻ ആൽഫ്രഡാക്കാൻ കാരണക്കാരിയായ അവൻ്റെ അമ്മയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. അല്ല, അമ്മയല്ല, അവനെ പ്രസവിച്ച അവൻ്റെ അച്ഛൻ്റെ ഭാര്യ. അങ്ങനെ അവരെ വിളിക്കാവൂ? അത്രയ്ക്ക് നെറികെട്ട സ്ത്രീ അവര്. പറഞ്ഞു നിർത്തുമ്പോഴേക്കും ശിവയുടെ കണ്ണുകളും കോപവും വെറുപ്പും കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ നീ അവൻ്റെ വായിൽ നിന്ന് കേട്ട വാക്കുകളിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. നിന്റെ മുഖം താനും ഇങ്ങനെ പാടിയിരിക്കുന്നേ? എന്താ കിച്ചു, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏതോ ആലോചനയിലിരിക്കുന്ന അനുവിനെ തട്ടി കൃഷ്ണകുമാർ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. അവർ രണ്ടുപേരും കമ്പനി കാറിൽ പുറത്തൊരു സൈറ്റ് ഇൻസ്പെക്ഷന് പോവുകയായിരുന്നു. ബെസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നിനക്കിത് എന്താ പറ്റി? കാറ് കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക നിന്റെ ഈ മൗനം. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലടാ, രാവിലെ പപ്പയുമായൊരു ചെറിയ വഴക്ക്, അത്രേ ഉള്ളൂ. കിച്ചു വിശ്വാസം വരാതെ ചോദിച്ചു. അതേടാ, അത്രേ ഉള്ളൂ. വരുത്തി വെച്ചൊരു ചിരിയോട് അനു പറഞ്ഞതും കിച്ചു ഒന്ന് തലയാട്ടി അവനെ മടിയിൽ നിന്ന് തന്റെ ലാപ്പിലേക്ക് കണ്ടു വായിച്ചു. അനു കാറിന്റെ വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകളിലേക്കും. രാവിലെ ഓഫീസിൽ ചെന്ന ഉടനെ കിച്ചുവുമായി ഒരു സൈഡിലേക്ക് പോകാനായി ഇറങ്ങുകയായിരുന്നു. ഓഫീസിന്റെ പുറത്തെത്തി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ശിവന്റെ കാർ ഓഫീസിന്റെ പാർക്കിങ്ങിലേക്ക് ചേർന്ന് ആളൊഴിഞ്ഞിടം നോക്കി നിർത്തുന്നത് അവൾ ശ്രദ്ധിച്ചത്. അത് കണ്ടതും അവനോടൊന്നും മിണ്ടാന്ന് കരുതി സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലാനായി തുടങ്ങിയപ്പോഴാണ് കാറിന്റെ കോ ഡ്രൈവ് സീറ്റിൽ നിന്നും നീ ഇറങ്ങുന്നത് അവൾ കാണുന്നത്. നീ ഒരു ചിരിയോടെ ശിവയോട് യാത്ര പറഞ്ഞ് പോകുന്നതും അവളെ ചിരിയോടെ തന്നെ നോക്കുന്ന ശിവയെയും ഒരു നിമിഷം മാറി നോക്കിയിരുന്നു. കുറച്ചു മുമ്പ് നീയെ വിളിച്ചപ്പോൾ ബസ്സിലാണ്, ഇപ്പോൾ ഓഫീസിലെത്തുമെന്ന് പറഞ്ഞതാണ് നീ. എന്നിട്ടാണ് ഇപ്പോൾ ശിവന്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അനുവിന്റെ മുഖം പാടി. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ ശിവയെയും അനുവിനെയും പലപ്പോഴായി ഒരുമിച്ച് ഒറ്റയ്ക്ക് കണ്ടതൊക്കെ അവളുടെ മനസ്സിലൂടെ പെട്ടെന്ന് ഓടി വന്നു. കാറിൽ നിന്ന് അത്രയും മുഖത്തുനിന്നും അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അരുതാത്തൊരു ചിന്ത ശിവയെയും നീയെയും കൂട്ടി ചേർത്ത് സംശയത്തിന്റെ കണികകളായി അവളിലേക്ക് ഓടിയെത്തി. മുംബൈയിലെ ബിസിനസ് എല്ലാം എബ്രഹാം പപ്പ ഒറ്റക്കാണ് നോക്കി നടത്തിയിരുന്നത്. നല്ല രീതിയിലെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ കൂടുന്നൊരുവന്റെ ചതി. കമ്പനിയുടെ ടെൻഡർ അയാൾ എതിർ കമ്പനിക്ക് മാറ്റിക്കൊടുത്തു. അതിലൂടെ വലിയൊരു എമൗണ്ട് കമ്പനിക്ക് ലോസ് സംഭവിച്ചു. അതായത് തുടക്കം. പിന്നെ ഒന്നൊന്നായി ഇവിടുത്തെ ബിസിനസ് ഓരോന്നും തകർന്നു തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ പപ്പക്ക് നേരെയുണ്ടായൊരു കാർ ആക്സിഡന്റ്. അതാരോ കരുതി കൂടി ചെയ്തതുപോലെയായിരുന്നു. ആ അപകടത്തിൽ കഴുത്തിന് താഴ്പോട്ട് തളർന്നു പോയപ്പോൾ 10 വയസ്സ് എന്ന ആൽഫിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അനുവിന് 3 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ബിസിനസ്സിനൊപ്പം പപ്പയുടെ ശരീരവും തളർന്നു പോയതോടെ സൂസിക്കും എബ്രഹാം പപ്പയെ വേണ്ടതായി. ഒരിക്കൽ ആൽഫി തൻ്റെ കണ്ണിൽ കണ്ടു സ്വന്തം ഭർത്താവ് അടുത്ത മുറിയിൽ തളർന്നു കിടക്കുമ്പോൾ അയാളുടെ പഴയ ബിസിനസ് പാർട്ണറുടെ കൂടെ കിടക്ക പങ്കിടുന്ന തൻ്റെ അമ്മയെ. അന്നാണ് അവൻ അവർക്ക് നേരെ ആദ്യമായി ശബ്ദം ഉയർത്തിയത്. ഒടുവിൽ മിന്നു കിട്ടിയ ഭർത്താവിനെയും നൊന്തു പ്രസവിച്ച് 2 മക്കളെയും വേണ്ടെന്ന് പറഞ്ഞ് ആ സ്ത്രീ അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയി. പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു ആൽഫിക്ക്. നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വാശി. വല്യപ്പച്ചൻ്റെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കി അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ചുരുങ്ങിയ നാളുകൊണ്ട് പിടിച്ചെടുത്തു ആ AD ഗ്രൂപ്പ് എന്ന അവൻ്റെ സാമ്രാജ്യം. അവൻ്റെ വിയർപ്പും കഷ്ടപ്പാടുമാണ് ഇന്ന് ഈ കാണുന്നതൊക്കെ. പിന്നെ അവൻ്റെ ഒറ്റ വിശ്വാസവും കരുതലുമാണ് തളർന്നുപോയ എബ്രഹാം പപ്പ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നതും ഈ നിലയിലെത്തിയതൊക്കെ. പറഞ്ഞു നിർത്തുമ്പോൾ ശിവയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നീയുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല. ഒരുപാട് ഇഷ്ടവും ബഹുമാനവും കൂടിയവൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവനുണ്ട്. അതേസമയം ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അമ്മയിൽ നിന്നും അവനുണ്ടായ അനുഭവം ഓർത്തതും വേദന തോന്നി. നിയമപരമായി ഇപ്പോഴും അവർ എബ്രഹാം പപ്പയുടെ ഭാര്യയാണ്.
അതിന്റെ കണക്ക് ചോദിക്കാൻ എത്തിയതാ ആ സ്ത്രീ. ആകെ ഗ്രൂപ്പ് നമ്മളുമായുള്ള ഡീൽ അറിഞ്ഞ് അതിന് ലാഭം വാങ്ങാൻ വന്നതായിപ്പോ ഏറ്റവും അമ്മയായിപ്പോയി. ഇല്ലെങ്കിൽ പണ്ടേ ആ ബന്ധം കാർത്തേനെ ആൽഫി. കൈമിഷ്ടിയുടെ ദേഷ്യത്തിൽ ശിവ പറയുമ്പോൾ സൂസിയോടും പുച്ഛം തോന്നി. നീ ശിവേട്ടാ, ഇച്ചായനെ എവിടെ പോയതായിരിക്കും? കുറച്ചു നേരത്തെ നിശബ്ദത ഭേദിച്ച് നീയെ ചോദിച്ചു. നീ പേടിക്കേണ്ട നീയാ, അവൻ ഓക്കെയാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കും അവന്, അത് പതിവാ. എങ്കിലും എവിടെയാണെന്ന് അറിയുവാണെങ്കിൽ എന്നോടൊന്ന് പറയണേട്ടാ, എനിക്കൊരു സമാധാനമല്ല. അവൾ വീണ്ടും പറഞ്ഞതും അവനൊരു ചെറു ചിരിയോടെ തലയാട്ടി. ആൽഫിയോർത്തുള്ള അവളുടെ വേവലാതി ശിവക്ക് മനസ്സിലായിരുന്നു. വൈകിട്ട് തന്റെ മുറിയിലെ ഒരു മൂലയിൽ നിലത്തിരിക്കുകയായിരുന്നു അവൻ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ വീണ്ടും വീണ്ടും തന്റെ ഫോണിലെ ഫോട്ടോസുകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. നീയെ കാറിലേക്ക് കയറ്റുന്ന ശിവ അവരൊന്നിച്ച് കാറിൽ പോകുന്നു. അതായിരുന്നു ആ ഫോട്ടോസ്. അപ്പോൾ അവളുടെ ഫോണിലേക്ക് വീണ്ടും ക്രിസ്റ്റീനെ വിളിച്ചു. ഇപ്പൊ എന്തായി? ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലടി അവർ തമ്മിൽ രഹസ്യബന്ധമെന്ന്. അപ്പൊ നീ വലിയ കാര്യത്തിൽ പറഞ്ഞില്ല എന്നോട് ഇല്ലെന്ന്. അവരൊരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നിട്ടിപ്പൊ കണ്ടല്ലോ നീ. ക്രിസ്റ്റീനെ ചോദിച്ചതിന് അവളൊന്നും പറഞ്ഞില്ല, ഇടപെടാതെ ഒഴുകുന്ന കണ്ണുനീരുമായി ഇരുന്നതല്ലാതെ. മോള്, ഞാൻ പറയുന്ന കേൾക്ക്. നിന്റെ ചേച്ചിയുടെ സ്ഥാനത്താ ഞാൻ. നിങ്ങളുടെ നന്മയെ ഞാൻ ആഗ്രഹിക്കൂ. അവൾ ശരിയല്ലാനോ. വന്നപ്പോഴേ നിങ്ങളേക്ക് സ്നേഹം നടിച്ച് ചാക്കിലാക്കിയതിന് മറ്റെന്തോ ഉദ്ദേശം വെച്ചിട്ടാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് അവളെ കയ്യോടെ പുറത്താക്കണം. അതിന് അനുമോൾ എൻ്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? ക്രിസ്റ്റീനെ വീണ്ടും ചോദിച്ചതും മനു ഒന്ന് മൂളി. ശിവയും നീയും തമ്മിൽ അരുതാത്ത ബന്ധമെന്ന് ക്രിസ്റ്റീനയുടെയും ജെസിയുടെയും വാക്കുകളിൽ നിന്നും അവൾ ഉറപ്പിച്ചിരുന്നു. അനു മനസ്സ് തകർത്ത് നിൽക്കുകയാണെന്ന് അറിഞ്ഞ ക്രിസ്റ്റീനയുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. തന്റെ ലക്ഷ്യം പാതി വിജയിച്ച സംതൃപ്തി അവളിലുണ്ടായി. ശിവയും നീയയും ആൽഫിയുടെ ഗസ്റ്റ് ഹൗസിലെത്തുമ്പോൾ അവരെ കാത്തുന്ന പോലെ രമേശിന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗസ്റ്റ് ഹൗസ് നോക്കുന്ന ആളാണ് രമേശൻ. എവിടെ രമേശ്? അവൻ ആൽഫി സാർ ആ ബീച്ചിലുണ്ട്. വന്നപ്പോഴേ നല്ല ഫിറ്റായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നൊരു കുപ്പിയും കൂടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. രമേശൻ ബീച്ചിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞതും ശിവയും നീയയും കൂടി അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടു കടലിലേക്ക് നോക്കിയിരിക്കുന്നു. കയ്യിലിരിക്കുന്ന കുപ്പിയിടക്ക് വായിലേക്ക് കമഴ്ത്തുന്നുണ്ട്. ശിവക്കങ്ങ് കല്ലിച്ചു വന്നു. അവൻ അങ്ങോട്ട് ചെന്ന് കുപ്പി പിടിച്ചു വാങ്ങി വലിച്ചത്. ഇങ്ങനെ കിടന്ന് കുടിക്കാനായിട്ട് നിന്റെ ആരെങ്കിലും ചാത്തോടാ പുന്നാര മോനെ. ശിവ അലറി. ഇതിലും ഭേദം അതാ. ഇത് ചാകത്തുള്ള കൊല്ലാനും വയ്യാത്ത അവസ്ഥ. എൻ്റെ അപ്പൻ്റെ ഭാര്യ ആയതിനും എന്നെയും എൻ്റെ പെങ്ങളെയും പ്രസവിച്ചതിനൊക്കെ കൂലി ചോദിച്ചു വന്നേക്കുമല്ലേ അവര്. എൻ്റെ അമ്മ. നാക്ക് കുഴഞ്ഞ് പുച്ഛത്തോട് ആൽഫി പറയുമ്പോൾ നീ അവനെ വേദനയോടെ നോക്കി. അവൻ്റെ വാക്കുകളിലെ വേദന അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതാദ്യമല്ലല്ലോ ആൽഫി അവർ വരുന്നത്. പിന്നെ ചിലരൊന്നും എത്ര കാലം കഴിഞ്ഞാലും നന്നാവില്ലടാ. നീ അത് വിട്, എന്നിട്ട് എഴുന്നേറ്റ് വന്നേ പറഞ്ഞുകൊണ്ട് ആൽഫിയെ പൊക്കി എഴുന്നേൽപ്പിച്ചു ശിവ. അപ്പോഴും ആൽഫി അവനെ കയ്യിൽ കിടന്ന് കുതിറി ഓരോന്ന് പറയുന്നു. എന്നാൽ ശിവ അതൊന്നും മൈൻഡാക്കാതെ അവനെ പൊക്കി വീട്ടിലേക്ക് നടന്നു. അവർക്ക് പിറകെ നീയേ. ഓ, ഇവിടെ മതിലെല്ലാം മുരട്ടി കയറ്റി മുറിഞ്ഞ വെയിറ്റായി നാരിക്ക്. മനുഷ്യന്റെ കൈയങ്ങ് പോയി. ആൽഫിയെ താങ്ങിക്കൊണ്ട് ഹാളിലെ സോഫയിലേക്ക് കിടത്തി തൻ്റെ കയ്യും തോളും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ശിവ പറഞ്ഞു. അപ്പോഴും പാതി മയക്കത്തിൽ നാവി കുഴഞ്ഞ് ഓരോ പിച്ചിയും പൈയും പറയുകയായിരുന്നു ആൽഫി. ശിവസാറെ, ഞാനെങ്കിലും പോവുക. 12:30 ട്രെയിന്. നിങ്ങളാരെങ്കിലും ഉണ്ടാവില്ലേ എവിടെ ആൽഫി കുഞ്ഞിനോടൊപ്പം? രമേശൻ ശിവയുടെ അടുത്ത് വന്ന് ചോദിച്ചതും ശിവൻ ഈയെയും നോക്കി. മക്കളുടെ എന്തോ കാര്യത്തിന് രമേശൻ ഇന്ന് രാത്രിയിലത്തെ ട്രെയിനിലേക്ക് നാട്ടിലേക്ക് പോവുകയാണ്. അത് രമേശേട്ടാ, നിങ്ങളിപ്പോൾ പോയ എങ്ങനെയാ? ഇവിടെ ഇപ്പം എൻ്റെ അരികെ ആരാ? ഞാൻ നിന്നോളാം ഇവിടെ ശിവേട്ടാ. ശിവ രമേശനോട് ചോദിച്ചു തുടങ്ങിയതും നീയെ ചാടിക്കയറി അവനോട് പറഞ്ഞു. പ്ലീസ് ശിവേട്ടാ, ഇജാൻ ഈ അവസ്ഥയിൽ ഒറ്റക്കെട്ടിച്ച് പോവാൻ തോന്നുന്നില്ല എനിക്ക്. അതാ ഞാൻ നിന്നോളാം ഇന്ന് രാത്രി. ദിയ അത് പിന്നെ ശിവക്ക് അവൾ പറഞ്ഞതിനോടൊരു യോജിപ്പും തോന്നിയില്ല. അവരെതിർത്തെങ്കിലും നീ ആൽഫി അവിടെ ഒറ്റക്കാക്കി വരില്ലെന്ന് പറഞ്ഞതോടെ അവൾ അവിടെ നിർത്താൻ ശിവ സമ്മതിച്ചു. അല്ലേലും അവൻ ഈ അവസ്ഥയിൽ കണ്ടാൽ അവൾ ആൽഫി ഒറ്റക്കാക്കില്ലെന്ന് ശിവക്ക് ആദ്യമേ തോന്നിയിരുന്നു. വൈകുന്നേരം തൊട്ട് ആൽഫിയെ കുറിച്ച് ചോദിക്കുകയായിരുന്നു അവള്. ഒടുവിൽ അവൻ ഗസ്റ്റ് ഹൗസിലൂടെന്ന് അറിഞ്ഞപ്പോൾ ബഹളായിരുന്നു അവൾക്ക് കൂടെ വരുന്നു. പുറത്ത് ഗേറ്റിനടുത്തുള്ള സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും ഉടൻ എൻ്റെ ഹോൾ വിളിക്കണം. നീയെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് ശിവ അവിടെ നിന്ന് ഇറങ്ങി. പുതിയ പ്രൊജക്റ്റിൻ്റെ അവസാനഘട്ട തിരക്കിലാണ് ശിവ. മാത്രമല്ല അമ്മക്ക് സുഖമില്ലാത്തതിനാൽ നാളെ വെളുപ്പിനെ നാട്ടിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ അവൻ നിന്നേനെ ഇന്ന് ആൽഫിക്കൊണ്ടു. ശിവ പോയത് നീയെ വീടകത്ത് നിന്ന് ലോക്ക് ചെയ്ത് സോഫയിൽ കിടന്ന ആൽഫിയുടെ അടുത്തേക്ക് വന്നു.
അവൻ്റെ കാലിൽ നിന്നും ഷൂസും ഷോക്സും അടിച്ചു മാറ്റി മലന്ന് കിടക്കുന്നത് കൊണ്ട് അവൻ്റെ കോട്ടടിക്കാൻ നോക്കിയിട്ടും അവൾക്ക് പറ്റിയില്ല. അവൾ പതിയെ അവൻ അടുത്ത് നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. മോഡേൺ രീതിയിൽ പണിതീർത്തിരുന്ന ബീച്ച് ഹൗസായിരുന്നത്. വലിയ ചില്ല് ജനാലകളും പുറത്ത് കാണുന്ന രാത്രിയിലെ ബീച്ചിൻ്റെ കാഴ്ചയുമെല്ലാം ആ വീടിനെ ഭംഗി. അവൾ അവിടെയെല്ലാം നോക്കിക്കണ്ടു. പെട്ടെന്നാണ് ആൽഫി ഓക്കാനിക്കുന്ന ഒച്ച കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു ഹാളിലെ വലിയ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള വാഷ് ബേസിൽ കുനിഞ്ഞു നിന്ന് ഛർദ്ദിക്കുന്ന ആൽഫി. ഇച്ചായ! അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി ആൽഫിയുടെ പുറകിൽ ചെന്ന് പുറം തടവി വിട്ടു. ഇച്ചായ! അവൾ ടെൻഷനോടെ വീണ്ടും വിളിച്ചു. ശരിക്കും അപ്പോഴാണ് ആൽഫി അവളെ കാണുന്നത്. അവൻ താലിയെന്ന് ചരിച്ച് അവളെ നോക്കി. ഇവ അവളെ കണ്ട മാത്രയിൽ അവൻ്റെ ചുണ്ടും മുറിഞ്ഞു. നേരെ കുഞ്ഞി കണ്ണുകൾ വിടർന്നു. നീ ഇപ്പം എന്തെന്നെ വിളിച്ചത്? അവൻ ചോദിച്ചതും നീ ഒന്ന് ഞെട്ടി. അപ്പോഴാണ് അവളിപ്പോൾ എന്താ ആൽഫയെ വിളിച്ചതെന്ന് ഓർത്തത്. അത് ഞാൻ അറിയാണ്ട് വിളിച്ച. അവൾ വാക്കുകൾക്കായി തപ്പി. അടുത്ത നിമിഷം ആൽഫി തൻ്റെ ചൂണ്ടുവിരലുകൾ അവളുടെ ചുണ്ടിനു മേലെ വെച്ച് അവൾക്ക് അടുത്തേക്ക് കൂടുതൽ അടുത്ത് നിന്നു. നീ ഞെട്ടിപ്പോയി. ആദ്യമായാണ് ആൽഫി ഇത്രയും അടുത്ത് നിൽക്കുന്നത്. അവളുടെ ശരീരം ഒന്ന് വിറച്ചു.